മൊഞ്ചത്തേക്കാ നല്ല മൊഞ്ചുണ്ട്. ഇതേപോലെ മൊഞ്ചുള്ള ഒരുപാട് ഔട്ട്ഫിറ്റ്സ് ലൈവറ്റ് ബുട്ടീക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇവിടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ടിഷ്യൂ മെറ്റീരിയലിൽ നമ്മൾ 3 ഡിഫറെൻറ്റ് ബ്രൈഡ്സിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ബ്യൂട്ടിഫുൾ ഡിസൈൻസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ആൻഡ് ഫസ്റ്റ് വൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രൈഡ് സെഹറയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ഡബിൾ ലെയർ ഗൗണാണ്. നമ്മളുടെ ഡിസൈൻസിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ടിഷ്യൂ ഫാബ്രിക്കിൽ ഒരുപാട് ബ്യൂട്ടിഫുൾ ഡിസൈൻസ് ഡൈയിങ്ങിലും അതില്ലാതെയൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഒരു ഷെയ്ഡിലുള്ള ഈ ഒരു ഗൗൺ നമ്മുടെ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും കൂടെ ഒരു വലിയൊരു ഡ്രീമായിരുന്നു. എനിവേ നമ്മളിലൂടെ അവർക്കത് അച്ചീവ് ചെയ്യാൻ പറ്റിയെന്നുള്ളത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആണ് കേട്ടോ. നമ്മൾ ഓരോ ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും ബ്രൈഡ് അത് ട്രയൽ ചെയ്യാൻ വരുന്ന സമയത്ത് അവർക്കുണ്ടാവുന്നൊരു എക്സൈറ്റ്മെൻറ്റും ഹാപ്പിനെസ്സും ഒക്കെ നമുക്ക് എത്രത്തോളം ഹാപ്പിനെസ് ഉണ്ടാക്കും എന്നുള്ളത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അതാണ് നമ്മുടെ ഓരോ ഔട്ട്പുട്ടിൻ്റെയും റിസൾട്ട് എന്ന് പറയുന്നത്. ഈ ഒരു ഡിസൈനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളി ഹാൻഡ് വർക്കിലാണ് നമ്മൾ ഈ ഒരു വർക്ക് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മളുടെ തന്നെ മുന്നത്തെ ഡിസൈൻസ് കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് വരുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ അത് തന്നെ റീക്രിയേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതിൽ ചേഞ്ചസ് വേണമെന്ന് പറയുന്നവർക്ക് അതിനനുസരിച്ച് നമ്മൾ ചെയ്തെടുക്കാറുണ്ട്. എനിവേ ഈ ഒരു ഡിസൈൻ നമ്മൾ ഓൾറെഡി ചെയ്തത് കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അവരത് ചൂസ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ കൊടുത്ത പോലെ തന്നെ എക്സാക്ട്ലി നമ്മൾ ഡ്രീമിലുള്ള പോലെ തന്നെ ഡ്രസ്സാണ്. പിന്നെ നല്ല രസമുണ്ട്, നല്ല മൊഞ്ചുണ്ട്. മൊഞ്ചത്തേക്കാ നല്ല മൊഞ്ചുണ്ട്. അവർക്കൊക്കെ ഇഷ്ടമായി. ഞങ്ങള് വിചാരിച്ചാലും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഓരോ സമയത്തും എന്താ പറയാ, ഞങ്ങൾക്ക് ഇങ്ങനെ ഫോട്ടോസ് അയച്ചിട്ട് ഇത് വേണോ അത് മറ്റേ വേണോ എല്ലാ അപ്ഡേറ്റ്സ് എപ്പോഴും ഓരോന്നിനെ ലേസ് ആണെങ്കിലും ഹാൻഡ് വർക്ക് ആണെങ്കിലും അപ്പോൾ ഇതാ വേണ്ടിയാണ് മറ്റേ വേറെ എന്താ വേണോ അങ്ങനെയൊക്കെ സജഷൻസ് ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അടിപൊളി എല്ലാം കൊണ്ടും 100 ഔട്ട് ഓഫ് 100. യെസ്, ഈ ഒരു കൈൻഡ് ഓഫ് ഫീഡ്ബാക്കാണ് നമ്മളെ കസ്റ്റമേഴ്സ് ഒന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഹാർഡ് വർക്കിലാണ് നമ്മൾ എപ്പോഴും ഓരോ ഡിസൈൻസും ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു ബ്രൈഡ് നാദാപുരത്ത് നിന്ന് നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ആൾക്ക് തന്നെ കസ്റ്റമൈസേഷനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. നമ്മളെ കോൺടാക്ട് ചെയ്ത് നമ്മൾ അവരെ കൺവിൻസ് ചെയ്ത് നമ്മൾ അവർക്ക് വേണ്ട ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തുള്ള ഒരു ട്രസ്റ്റിൻ്റെ ബേസിലാണ് ബ്രൈഡ് ഇപ്പോൾ ഇത്രയും നല്ലൊരു അടിപൊളി റിവ്യൂ നമുക്ക് തന്നിട്ടുള്ളത്. ഇനി നമുക്ക് സെക്കൻഡ് ഡിസൈനിലേക്ക് നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു ഡിസൈൻ്റെ റെഫറൻസിൻ്റെ ബേസിലാണ്. ഈ ഒരു ബ്രൈഡിന് നമ്മളത് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇതാ ഈ ടിഷ്യൂ ഫാബ്രിക്കിൽ തന്നെ നമ്മൾ ഓൾമോസ്റ്റ് ഫസ്റ്റ് വൺ കണ്ടതിൽ ആ ഒരു സെയിം ആ ഒരു അപ്പിയറൻസിലാണ്. ബഡ്ജറ്റിലെ വേരിയേഷൻസ് വന്നിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ബാക്കി ഡിസൈൻസിലൊക്കെ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു സിമിലാരിറ്റി കാണാനായിട്ട് പറ്റും. ഇതിൽ നമ്മൾ ഡബിൾ ദുപ്പട്ടയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതായത് ഓരോ കസ്റ്റമേഴ്സിനും അവരുടെ ബിഗ് ഡേയിൽ ഓരോ രീതിക്ക് സ്റ്റൈൽ ചെയ്യാനായിരിക്കും ഇഷ്ടം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഓരോ ഡിസൈനിലും ഓരോ ചേഞ്ചസ് വരുത്താനായിട്ട് പറ്റുന്നതാണ്. അതാണ് കസ്റ്റമൈസേഷൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത്. ഞാൻ കൊടുത്തത് എങ്ങനെയാണെന്ന് അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഫ്രീക്വന്റ് ആയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടുണ്ടായി, ലൈക്ക് ഇന്നത് ചെയ്യട്ടെ അല്ലെങ്കിൽ ഈ വർക്ക് ആഡ് ചെയ്തിട്ട് ബീഡ്സ് ആഡ് ചെയ്തിട്ട്. പിന്നെ എല്ലാ വർക്ക്സും എനിക്ക് ഫോട്ടോസ് ആയിട്ട് ഇങ്ങനെ അപ്പോൾ അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ എന്ത് തിരക്കിൽ വിളിച്ചാലും അവർ ഇങ്ങോട്ട് ഭയങ്കര റെസ്പോൺസീവ് ആയിരുന്നു. പിന്നെ ഇട്ടപ്പോൾ ഞാൻ വിചാരിച്ചാലും അടിപൊളിയായിട്ട് കിട്ടി. ലൈക്ക് എല്ലാം ഓൺ പോയിന്റ് ആണുള്ളത്. താങ്ക് യു. എല്ലാ ബ്രൈഡ്സിൻ്റെയും ബിഗ് ഡേയിൽ ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ഏറ്റവും വലിയൊരു ഇതെന്ന് പറയുന്നത് അവർ ആ ഒരു ഡേയിൽ അപ്പിയർ ആവുന്നത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് വേണം എന്നുള്ളതായിരിക്കും. അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അവരുടെ ഔട്ട്ഫിറ്റ്സിന് തന്നെയായിരിക്കും. അപ്പോൾ അത് അവർക്ക് അത്രയും ഹാപ്പിനെസ് കിട്ടുന്ന അല്ലെങ്കിൽ അവർക്ക് അത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ട് കിട്ടുക എന്ന് പറയുന്നതും ഭയങ്കര ഒരു വലിയ കാര്യമാണ്. അപ്പം ഇതേപോലത്തെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രത്തോളം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഡിസൈൻസ് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാനായിട്ട് മറക്കരുത്. സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ ലാസ്റ്റ് ടൈമിലുള്ള റഷ് നമുക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് ഈ ഡിസൈൻസിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. നമ്മളിത് ടിഷ്യൂ ഫാബ്രിക്കിലാണ് ചെയ്തിട്ടുള്ളത്. ഡൈയിങ് ഒന്നും ഇല്ലാതെ തന്നെ ഹാൻഡ് വർക്ക് പ്ലസ് ലേസ് വർക്ക് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ഡിസൈന് കസ്റ്റമർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. യോക്ക് പോർഷനിൽ വരുന്ന ഒരു ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഒരുപാട് ജർദോസി ആഡ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരു വർക്ക് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു റിച്ച്നെസ് നമുക്ക് ഈ ഒരു എക്സാക്ട്ലി വിസിബിൾ ആവുന്നതാണ്. അപ്പോൾ ഓരോ ബഡ്ജറ്റിനനുസരിച്ചുള്ള വേരിയേഷൻസിൽ ഓരോ ഡിസൈനിലും നമുക്കത് കാണാനായിട്ടും ഉണ്ടാവും. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡബിൾ ദുപ്പട്ട പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ സ്ലീവിലും യോക്കിനോട് മാച്ചിങ് ആയിട്ടുള്ളൊരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഹെഡ് ബെൽറ്റ് പോർഷനിലായിട്ടുള്ളൊരു ഹാൻഡ് വർക്കാണ് കസ്റ്റമർ ഇവിടെയും ചൂസ് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ ഇത് നമുക്ക് ഡൈയിലായാലും ഇല്ല ജോർജറ്റ് മെറ്റീരിയൽ ആയാലും ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മെറ്റീരിയൽസിലും നമുക്ക് ഇതേപോലത്തെ കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ്. അതിനാദ്യം നമുക്ക് നിങ്ങളുടെ ഒരു ടേസ്റ്റ് അറിയണം, അതായത് നിങ്ങളുടെ ബഡ്ജറ്റ് എങ്ങനെയാണ്, അതിൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് എന്തൊക്കെ ഓരോ ഡിസൈനിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത് തരണം. അതിന് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷനാണ് വേണ്ടത്. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് തരുന്നുണ്ട്. നമ്മളുടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡിസൈനേഴ്സുമായിട്ടുള്ള നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിൽ നിങ്ങൾക്ക് എന്തായാലും 100% ഷുവറാണ് നിങ്ങളുടെ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് തരാനായിട്ട് പറ്റും. അതാണ് നമ്മുടെ ഓരോ വീഡിയോസിലും നമ്മളിങ്ങനെയുള്ള ഒരു ഫീഡ്ബാക്കും കൂടെ ആഡ് ചെയ്യാൻ കാരണം എപ്പോഴും നമുക്ക് ട്രസ്റ്റ് വരുന്നത് ഓരോ ഫീഡ്ബാക്കുകൾ കേൾക്കുമ്പോഴാണ്. ഇനി നമുക്ക് തേർഡ് ഡിസൈനിലേക്ക് നോക്കാം. തേർഡ് വൺ നമ്മളൊരു മെറൂൺ ആൻഡ് ടിഷ്യൂ, ആ ഒരു കോമ്പിനേഷൻ, അതൊരു എവർ ഗ്രീൻ കോമ്പിനേഷനാണ്. കസ്റ്റമേഴ്സ് കൂടുതലായിട്ടും ടിഷ്യൂ ചൂസ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഓർണമെൻറ്റ്സ് ഒക്കെ കൂടുതലും ആക്സസറീസ് കൂടുതൽ അവർ ചൂസ് ചെയ്യാറുള്ളത് മെറൂണിലാണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ടുള്ളൊരു ദുപ്പട്ട കൂടി കൊടുത്തിട്ട് അതിൻ്റെ ഒരു കോമ്പിനേഷനും കൂടി ഹാൻഡ് വർക്കിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഈ ഒരു ബ്രൈഡ് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെയാണ് റെൻ്റൽ ജ്വല്ലറീസും കൂടെ എടുത്തിട്ടുള്ളത്. നമ്മൾ റീസെൻ്റ്ലി ഇപ്പോൾ റെൻ്റൽ ജ്വല്ലറി നമ്മുടെ ലേവൈറ്റ് ബുട്ടീക്ക് അണ്ടറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഔട്ട്ഫിറ്റ്സിനോട് മാച്ചിങ് ആയിട്ടുള്ള റെൻ്റൽ ജ്വല്ലറീസും നമ്മുടെ ബുട്ടീക്കിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇനി ഈ ഒരു ഡിസൈൻ്റെ ഡീറ്റെയിൽസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ട ആൾ ചൂസ് ചെയ്തതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ഒരു ആഡ് ഓണും കൂടെ നമ്മൾ ഈ ഒരു ഹാൻഡ് വർക്കിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ടിഷ്യൂ ഫാബ്രിക്കിൽ ഹെവി ആയിട്ടുള്ള ഒരു വർക്ക് നമ്മൾ യോക്കിലും സ്ലീവിലും ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദുപ്പട്ടയിൽ വരുന്ന വർക്കിനോട് മാച്ചിങ് ആയിട്ട് തന്നെ ഹാൻഡ് വർക്കും കൂടെ ആഡ് ചെയ്തിട്ട് ആളുടെ ഒരു പ്ലാൻ തന്നെ ജ്വല്ലറീസിൽ നമുക്ക് റെഡും കൂടെ ആഡ് ചെയ്തിട്ട് ആ ഒരു പോർഷനിലുള്ള ഒരു കോമ്പിനേഷൻ അങ്ങനെ ചെയ്യാമെന്നുള്ളതായിരുന്നു. ആൻഡ് ഈ ഒരു ഡിസൈൻ നമ്മൾ യൂഷ്വലി ചെയ്യുന്ന ഒരു ഡബിൾ ലെയർ ഗൗൺ ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഓൾസോ സെക്കൻഡ് ദുപ്പട്ട കൊടുത്തിട്ടുണ്ട്. അതിൽ ഹാൻഡ് വർക്കിലാണ് ദുപ്പട്ടയിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വേരിയേഷൻസ് ഓരോ ഡിസൈനിലും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നതാണ്. പ്രതീക്ഷിച്ചതിനേക്കാളും നല്ലത്, നല്ല വർക്ക്, കസ്റ്റമൈസെല്ലാം സൂപ്പർ. സോ ഇന്ന് നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ള 3 ഡിസൈൻസിൽ നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടമായെന്നും ഇതിൻ്റെ പ്രൈസ് ആൻഡ് ഡീറ്റെയിൽസിനും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. പെട്ടെന്നുള്ള അപ്ഡേഷനും അതേപോലെ നിങ്ങളുടെ പെട്ടെന്നുള്ള എൻക്വയറീസിനായിട്ടും നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. അതിൽ വരുന്ന എൻക്വയറീസിന് നമുക്ക് ഒന്നുകൂടെ സ്പീഡപ്പ് ആയിട്ടുള്ള റിപ്ലൈസ് കൊടുക്കാനായിട്ട് പറ്റുന്നതാണ്. പിന്നെ കാലിക്കറ്റ് കുന്നുമൂലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. അപ്പോൾ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഷോപ്പ് പോയിട്ടൊന്ന് വിസിറ്റ് ചെയ്യുക. ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ആയിട്ടുള്ള കസ്റ്റമൈസേഷൻ നമുക്ക് പോസിബിൾ ആണ്. നമ്മുടെ ഒരുപാട് ഹിറ്റായിട്ടുള്ള ഡിസൈൻസ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് ഓൺലൈൻ കസ്റ്റമൈസേഷനിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ട്രസ്റ്റായിട്ട് നിങ്ങൾക്ക് നമുക്ക് ലേവൈറ്റ് ബുട്ടീക്കിനെ കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. പിന്നെ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ തന്നെ നിങ്ങളുടെ ഡ്രീമി ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സിനോട് മാച്ചിങ് ആയിട്ടുള്ള റെൻ്റൽ ജ്വല്ലറീസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഷോപ്പ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അതും കൂടെ ഒന്ന് നോക്കി നിങ്ങൾക്ക് മാച്ചിങ് ആയിട്ടുള്ളത് ചൂസ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജസ് ആയിട്ടുള്ള ലേവൈറ്റ് ബുട്ടീക്ക്, ലേവൈറ്റ് ബ്രൈഡൽ ആൻഡ് ലേവൈറ്റ് റെൻ്റൽ ജ്വല്ലറീസ് ഫോളോ ചെയ്യാനായിട്ടും മറക്കരുത്.